ഇതെന്താണെന്നറിയാവോ? ഒരു മരം, ഇത് ഒരു ഷെഡ്. ഇതിൻ്റെ താഴെ നിൽക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ നല്ല തണൽ കിട്ടുന്നു. ഇവിടെ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന് വന്നു കഴിഞ്ഞാൽ ഫുള്ള് വെയിലാണ്. ഇതേപോലെ ഞാനിവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ വീർത്ത് കുളിച്ച് ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് എത്തും. സങ്കടം എന്താണെന്നറിയാവോ? ഇതേ സെയിം അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ കുറേയധികം കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. രാവിലെ വലിയ ബാഗുകളൊക്കെ തൂക്കി ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ ബസ് സ്റ്റാൻഡില്ല, ബസ്സിന് വേണ്ടി വെയിലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയാവോ? ഇതെന്തോന്നറിയാവോ? ആ ഗേറ്റിൻ്റെ അടുത്തുള്ള പോസ്റ്റ്. സ്കൂളെല്ലാം കഴിഞ്ഞ് ട്യൂഷനെല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ച് ഇരുട്ടി വരുന്ന സമയത്ത് ഈ പോസ്റ്റിലൊന്നും വെട്ടമില്ല. പിള്ളേർ ഇരുട്ടത്താണ് വരുന്നത്, പട്ടികൾ കടിക്കാനിട്ട് ഓട്ടിക്കാം, പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ ആരുമില്ല. ഇതെന്തോന്നറിയാവോ? നടക്കുന്ന വഴി. ഇത് വെറും മണ്ണാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചെളിയായി കുഴഞ്ഞ് ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഷൂവിൽ മൊത്തം ചെളിയായി ചവിട്ടി തേച്ച പിള്ളേർ വീട്ടിൽ വരുന്നത്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരെടുത്ത് പോവും? പിണറായി വിജയൻ്റെ അടുത്ത് പോവോ? രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോവോ? നരേന്ദ്രമോദിയുടെ അടുത്ത് പോവോ? ഇല്ല. അടുത്ത ആഴ്ച നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആ വോട്ട് ജയിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്തോട്ട് നിങ്ങൾ പോകും. അപ്പോൾ അവരിതിനൊക്കെ പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവും അറിവും അതൊക്കെ ചെയ്യാനായിട്ട് യോഗ്യതയുള്ള ആൾക്കാരെ വെക്കണം നിങ്ങൾ വോട്ടിടാനായിട്ട്. നിങ്ങൾ ഇലക്ഷന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ കാണും, നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവർ കാണും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയിലെ ആൾക്കാർ കാണും. പക്ഷെ അങ്ങനെയല്ല വോട്ടിടേണ്ടത്. മറിച്ച് സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തി തരാൻ യോഗ്യതയുള്ള ഒരാളെ വോട്ടിടണം. അല്ലെങ്കിൽ നമ്മളിലും നോർത്ത് ഇന്ത്യയിൽ വെറും ജാതിയും മതം മാത്രം നോക്കി വോട്ടിടുന്ന ആൾക്കാരും തമ്മിൽ ഒരു വ്യത്യാസം കാണുകയില്ല. നിങ്ങളുടെ പിള്ളേർ ഇതേപോലെ തണലത്ത് നിന്ന് സ്കൂളിൽ പോകുന്നതിന് പകരം വെയിലത്ത് നിന്ന് സ്കൂളിൽ പോകും. തിരിച്ചു വരുന്ന സമയത്ത് പോസ്റ്റ് വെട്ടം കാണത്തില്ല, ചെളി ചവിട്ടിത്തേച്ച് വീട്ടിൽ വരും. എന്തിനാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി ടാക്സ് അടയ്ക്കുന്നതല്ലേ?